നമ്മുടെ ദേഷ്യത്തിന് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് തന്നെയാണ് പ്രശ്നം. കാരണം ദേഷ്യം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഇമോഷനാണ്, നോർമലായിട്ട് വരുന്നതാണ്. എല്ലാ ആളുകൾക്കും ദേഷ്യം വരും. അൺകൺട്രോൾഡ് ആങ്കർ ആകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് അത് പ്രോബ്ലം ഉണ്ടാകുന്നത്. ദേഷ്യം വരുന്ന സമയത്ത് നമ്മളതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റിയാൽ ശരിക്കും നമ്മുടെ രക്തസമ്മർദ്ദം കൂടാതെ നമുക്ക് നോക്കാൻ പറ്റും. നമ്മുടെ ഹൃദയത്തിന് അത് വളരെ നല്ലതാണ്. അതേസമയത്ത് നമ്മൾ വളരെയധികം ദേഷ്യം കാണിച്ചാൽ അത് ബ്ലഡ് പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്, ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രതിരോധ ശക്തി കുറഞ്ഞ് പ്രോബ്ലം ഉണ്ടാവാം. നമുക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടാവും, നമുക്ക് പല ആളുകളുമായിട്ട് ഫൈറ്റ് ഉണ്ടാവും. അതുപോലെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ തെറ്റിപ്പോകും. ആ സമയത്ത് നമ്മൾ എടുക്കുന്നത് ചിലപ്പോൾ ഒരു വളരെ മോശമായ ഡിസിഷനാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ദേഷ്യം പുറത്തോട്ട് വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശരീരം കുറച്ച് ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തരും. നമ്മുടെ ഹൃദയത്തിന്റെ സ്പീഡ് കൂടും, അതുപോലെ നമ്മുടെ ശ്വസിക്കുന്ന സ്പീഡ് നമുക്ക് കൂടും. നമുക്ക് മനസ്സിലാവും നമുക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് മനസ്സിലാവും. അതുപോലെ നമ്മുടെ മസിൽ കുറച്ച് ടെൻസ് ആവും, ടൈറ്റ് ആവും. നമ്മുടെ ഫേസ് ചൂടാകുകയും ഫ്ലഷ് ആകുകയും നമ്മുടെ ചിരി അങ്ങ് നമ്മുടെ മുഖത്തു നിന്ന് മാറുകയും ചിലപ്പം ചില ആളുകൾ കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടും, വോയിസ് നല്ല ലൗഡർ ആക്കാൻ ശ്രമിക്കും. ഇതൊരു എയർലി അലാറമാണ്. അവിടെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയാൽ നമ്മളത് പുറത്തോട്ട് വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണം? പോസ് ചെയ്യാം. ഇപ്പം ഞാൻ ദേഷ്യപ്പെടില്ല, ഒരു 3-4 സെക്കൻഡ് കഴിയട്ടെ, 5 സെക്കൻഡ് കഴിയട്ടെ, ഒന്ന് ശ്വാസം വലിച്ചെടുക്കുക, ശ്വാസം പതുക്കെ സാവധാനത്തിലോട്ട് വിടുക. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന പല വാക്കുകൾ അവിടെ കുറയും. അത്രയും ഹൈ ഇന്റൻസിലോട്ട് പോകാതെ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് സംസാരിക്കാനായിട്ട്, കാരണം നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ആങ്കർ മാനേജ് ചെയ്യുന്നതിന് ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം അത് റെക്കഗ്നൈസ് ചെയ്യുക. പോസ് ബട്ടൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ പോസ് ബട്ടൺ ടെക്നിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള പല ആളുകളും പറയുന്നതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാണ് പ്രശ്നം. വാക്ക് അവേ. ഇഫ് ദ സിറ്റുവേഷൻ ഈസ് ടു ഹീറ്റഡ്, വാക്ക് അവേ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ എത്രയും വേഗം കൂൾ ഡൗൺ ചെയ്യുന്ന ഒരു കാര്യം ഫിസിക്കൽ ഡിസ്റ്റൻസ് ആണ്. അത് പെട്ടെന്ന് അവിടെ നിന്ന് മാറുക എന്നുള്ളതാണ്. കുറച്ചു നേരം കഴിഞ്ഞ് ഒന്ന് നോർമൽ ആയതിനു ശേഷം കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് എല്ലാം ചിന്തിച്ചിട്ട് നമുക്ക് വന്ന് സംസാരിക്കാം. അപ്പോഴും ദേഷ്യമില്ലാതെ നമ്മുടെ മനസ്സിന്റെ ഹാർട്ട് റേറ്റ് ഒന്നും കൂട്ടാതെ നമുക്ക് സംസാരിക്കാൻ പറ്റും. ദേഷ്യം കുറയ്ക്കുന്ന വേറൊരു മാർഗം പറയട്ടെ, നല്ല തണുത്ത വെള്ളം മുഖത്ത് ഒഴിച്ചാൽ മതി. അപ്പോഴും നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയും, നമ്മൾ പെട്ടെന്ന് നമ്മുടെ ആ ദേഷ്യം അങ്ങ് കുറയും, വളരെ കൂളാവും. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. പല ആളുകളും സക്സസീവ് ആണെന്ന് പറഞ്ഞ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഒരാളെ ഷൗട്ട് ചെയ്ത് തോൽപ്പിക്കുന്നതിലല്ല കാര്യം, അല്ലെങ്കിൽ വളരെ ശബ്ദമുണ്ടാക്കി സംസാരിച്ച് തോൽപ്പിക്കുന്നതിലല്ല കാര്യം. നമ്മുടെ ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്ത് പറയേണ്ടത് കറക്റ്റായിട്ട് പറയുന്നതിലാണ് ഏറ്റവും കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.